ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വലുതായിട്ട് വലിയ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്കിന്ന് നിഫ്റ്റിയിൽ എൻട്രീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് അങ്ങനെ എൻട്രീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് 6.5 തന്നെയാണ്. അപ്പോൾ അതിൽ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ച് വോൾട്ടൈലായിരുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ച് വോൾട്ടൈലായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ എൻട്രീസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ലെവൽസ് നോക്കുമ്പോഴത്തേക്കിന് ഇന്നലത്തെ ലെവൽസിൽ നിന്ന് ഇന്നലത്തെ ലെവൽസിന് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഒരു സ്റ്റീപ്പ് ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അഗ്രസീവ് എൻട്രി എടുക്കേണ്ടവർക്ക് അഗ്രസീവ് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് എൻട്രീസ് ഒന്നും എടുത്തില്ല. കാരണം ഇന്ന് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് വരുന്നതുകൊണ്ട് വോളറ്റിലിറ്റി കാണുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ നിഫ്റ്റിയിൽ ഇന്ന് എൻട്രീസ് എടുത്തില്ല. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്തു. അത് SL ഹിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ എൻട്രി എടുത്ത ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പം ഈ ഇന്നലത്തെ ആ ഒരു സ്വിംഗ് പോയിൻറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കിന് അവിടെ നിന്ന് റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പുട്ട് എൻട്രിയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് വരാം. ഓക്കെ, ആ ഒരു പുട്ട് എൻട്രിയാണ് എടുത്തത്. ഞാനപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെ അഗ്രസീവായിട്ടൊരു എൻട്രി എടുത്തു. ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അടുത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എൻട്രി എടുത്തു. ഓക്കെ, എൻട്രി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാർക്കറ്റിൽ നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് വരെ കിട്ടി. പക്ഷേ ടാർഗറ്റ് ചെയ്യാൻ വെച്ചത് ആ ഒരു സ്വിംഗ് പോയിൻ്റ് ആയിരുന്നു, സ്വിംഗ് ലോ ആയിരുന്നു വെച്ചത്. ആ ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ് നേരെ ബ്രേക്ക് ചെയ്യും, അതായത് ആ ഒരു ലോ വരെ ലിക്വിഡിറ്റി എടുത്തിട്ട് അവിടെ നിന്ന് വേറൊരു മൂവ്മെൻറ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, പക്ഷേ നമുക്ക് ഇന്ന് 1:2 കിട്ടി. പക്ഷേ എന്നാലും നമ്മൾ ടാർഗറ്റ് വെച്ച ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അവിടെ വരെ എത്തിയില്ല ഇന്ന് മാർക്കറ്റ്. ഓക്കെ, അവിടെ നിന്ന് നേരെ വന്ന് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലോട്ട് തന്നെ പോയി. അപ്പ് സൈഡിൽ നിന്ന് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഡൗൺ സൈഡാണ്. ഓക്കെ, നല്ലൊരു ഡൗൺ ട്രെൻഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഡേ ആയിരുന്നു ഇന്ന് നമുക്ക്. അപ്പോൾ ഇന്ന് ഒരു ട്രേഡ് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം വേറെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ലെവൽസാണ്, അതായത് 24,340 പിന്നെ നമുക്ക് വരുന്ന ലെവൽസ് ഏതാണ് 24,70. ഓക്കെ, മാർക്കറ്റ് ആക്ച്വലി ഇത് കണ്ടോ, നമ്മൾ ആ ഒരു ഫോൾ കഴിഞ്ഞിട്ട് ആ ഒരു ഡേ ആ ഒരു ഹൈയും ലോയും ഉണ്ട്. ആ ഒരു ഹൈയും ലോയ്ക്കും അകത്ത് തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ കൺസോൾട്ടേറ്റിംഗ് ആണ് നിഫ്റ്റി. ഓക്കെ, നമുക്ക് 1 hour ക്യാൻഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്കൗട്ട് നടത്തണം, അന്നേരം നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരത്തുള്ളൂ. ഇപ്പം മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കൺസോൾട്ടേറ്റിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് ബ്രേക്കൗട്ട് നടത്തിയാലും ആ ഒരു സൈഡിലോട്ട് നല്ലൊരു സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഒരു നമുക്ക് അന്ന് വന്ന ഒരു ഓഗസ്റ്റ് 5 വന്ന ആ ഒരു ലോയും ബ്രേക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്ത് അവിടുന്ന് നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു അപ്സൈഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അപ്പം നിഫ്റ്റിയുടെ ലെവൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡേ ഹൈ ഡേ ലോ നമുക്ക് മാർക്ക് ചെയ്യാം. 24,340 24,80 നമുക്ക് നിഫ്റ്റിയിൽ വരുന്നത്. പിന്നെ നമുക്കൊരു 30 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും സെയിം, വേറെ പ്രത്യേകിച്ച് ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു 15 മിനിറ്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ട്രേഡ് എടുക്കേണ്ടവർക്ക് ഈ ഒരു ലെവൽ കൗണ്ടർ ട്രേഡ് എടുക്കാം, 24,190. ഓക്കെ, ആ ഒരു ലെവൽസ് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് പഴയ ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ കൺസോൾട്ടേറ്റിംഗ് ആണ് മാർക്കറ്റ് ഏത് സൈഡിലോട്ട് പോകണമെന്നറിയാതെ ഒരു ഡയറക്ഷനിൽ കിട്ടാതെ മാർക്കറ്റ് നിൽക്കുന്ന ആ ഒരു രീതിയാണ് ബാങ്ക് നിഫ്റ്റി. കണ്ടോ, ആ ഒരു പ്രീവിയസ് ഓഗസ്റ്റ് 5 ഉള്ള ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് തന്നെയാണ് ഫോർമേഷൻ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പം എന്നാലും നമുക്ക് ക്ലിയർ ഒരു ഡയറക്ഷൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ മാർക്ക് ചെയ്യാം 54.40. ഓക്കെ, 54.40 എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 54.40 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് എത്രയാണ്, 49,829. ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു 49,600 to 49,800 ആ ഒരു ലെവൽസിൽ വരുമ്പോഴത്തേക്കിന് മാർക്കറ്റ് ഒരു റിവേഴ്സ് പുൾ ബാക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം തന്നെ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ സോൾഡ് ഓഫ് ആയി പോവുകയാണ്. ഓക്കെ, സെയിം നമുക്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഡേയോട് അടുത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരെ ഒരു സോൾഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡേ ഹൈഡ് അടുത്ത് വരുമ്പോഴത്തേക്കിന്. ഓക്കെ,
നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കുമ്പോഴത്തേക്കിന് ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ഒരു 30 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ക്യാൻഡിൽസോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 15 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ഏരിയാസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കൗണ്ടർ ട്രേഡ് എടുക്കേണ്ടവർക്ക് നമുക്ക് വേണ്ടി ഈ ഒരു ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാം, 50 to 86 ആ ഒരു ലെവൽ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഡൗൺ സൈഡ് വരുമ്പോഴത്തേക്കിന് ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ഒരു അപ്സൈഡ് കൗണ്ടർ ട്രേഡ് പോലെ എടുക്കാം. പക്ഷേ എന്നാലും മാർക്കറ്റ് ഞാൻ പറഞ്ഞത് ഒരു കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200 റേഞ്ചിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം അത് കുറച്ച് റിസ്ക്കിയാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റ് ആക്ച്വലി ഒരു കൺസോളിഡേറ്റിംഗ് സ്റ്റേജാണ്. അപ്പം 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് വന്നത്. ഇന്നത്തെ ട്രേഡ്സ് കാര്യങ്ങൾ എനിക്കൊരു SL ആയിരുന്നു, ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ, അത് SL കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടത്തുള്ളൂ, മറ്റുള്ള ആൾക്കാർക്കിലേക്ക് നമുക്ക് ഈ ഒരു ചാനൽ കാര്യങ്ങളൊക്കെ എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. അപ്പം മാക്സിമം ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. അപ്പം നമുക്ക് നാളത്തെ മാർക്കറ്റിൽ വീഡിയോസായിട്ട് വരാം. ഓക്കെ, നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റിംഗ് ആണോ, ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മാർക്കറ്റ് നാളത്തെ ഒന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ബൈയിങ് ആക്റ്റീവ് അല്ലാത്തത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, സീ യു ട്രേഡേഴ്സ്.